അഷ്റഫുക, ഇതിന്റെ ഉള്ളിൽ കല്ലും സാധനമൊക്കെ ഉണ്ടല്ലോ. 15 തരം 14 തരം പലവിധ കല്ലുകളും ഒരു ലെയർ നെല്ലിമരത്തിന്റെ കഷ്ണം നിങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ്. ഇതിന്റെ മെയിൻ വിഷയം എന്താണെന്ന് വെച്ചാല്, സാധാരണ ഇങ്ങനത്തെ സാധനം വെച്ചാല് 2-3 കൊല്ലം കഴിയുമ്പോ ഇത് റീപ്ലേസ് ചെയ്യണം, കല്ല് കാര്യങ്ങളൊക്കെ. ഇതിന്റെ എങ്ങനെയാണ്? നെവർ, ഒരു കാലത്തും റീപ്ലേസ് ചെയ്യണം, ഒരിക്കലും മാറ്റണ്ട. അത് ഞങ്ങൾ മാറ്റേണ്ടാത്ത കാരണം കാറ്റിലെ ഇത് കാർബൺ ഉപയോഗിക്കുന്നില്ല, അതിന് പറഞ്ഞ കല്ലുകളാണ്. ഇതൊരു അത്ഭുതമാണല്ലോ. കല്ലുകൾ നിങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ് നിറച്ചത്, നിങ്ങളെ പ്ലംബറേയും നിങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ് നിറച്ചിട്ടുള്ളത്. അത് ഭയങ്കര അയൺ കണ്ടന്റ് കൂടുതൽ ഉണ്ടായതുകൊണ്ട് കുറച്ച് ഐറ്റംസ് കല്ല് കുറച്ച് കൂട്ടി, കുറവുണ്ട് കൂട്ടും ചെയ്യും. അതായത് സാധാരണ ഈ സാധനം വെസൽ വെക്കുമ്പോ 3 കൊല്ലം കൂടുമ്പോഴൊക്കെ ഇതിലെ കല്ലുകൾ എടുത്ത് മാറ്റിയിട്ട് മാറ്റണം. ഈ നിങ്ങളുടെ ഈ സാധനം ആയുഷ്കാലം മുഴുവൻ ഉള്ളത്തെ സാധനം ലൈഫ് ടൈം. പുറത്തത്തെ ഈ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ, വെറും പ്രകൃതി മാത്രം. വേറൊരു സാധനം ഞാൻ സാധാരണ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഫിൽറ്റർ ഉള്ളത്. പക്ഷെ അത് നമുക്ക് കുടിച്ചാൽ നമ്മുടെ കിഡ്നിക്ക് വരെ കംപ്ലൈന്റ് വരും. ഇതിനകത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മളിത് നാച്ചുറൽ, അതായത് ഒരു കയറ്റുമതി ഇറക്കുമതി സാധനവും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഉപയോഗിക്കുന്നത് വെച്ചാല് കരി കാര്യങ്ങളൊന്നും കാർബണൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ മറ്റുള്ളൊരു സാധനത്തിനെ കുറ്റം പറയാൻ നമ്മൾ ഒരിക്കലല്ല. പക്ഷെ നമ്മളത് 100% നാച്ചുറൽ. അത് നിങ്ങളെ കണ്ണുമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ ഫില്ല് ചെയ്തത്. ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങളുടെ കുറച്ച് ആളുകൾ ഇങ്ങനെ നോക്കിക്കാണുന്നുണ്ടാവും. ഞാനിത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചോദ്യം മനസ്സിലായല്ലോ. കാരണം കൂടുതലും ഈ കെമിക്കൽസോ കാര്യങ്ങളൊക്കെ നമ്മുടെ വയറിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മളെ ബാധിക്കുക നമ്മുടെ കിഡ്നിക്കും അവയവങ്ങൾക്കൊക്കെ കേടുപാടുണ്ടാവലുണ്ട്, അല്ലേ? എനിക്ക് നിങ്ങളുടെ ആ ഭാഗത്തൊക്കെ കിഡ്നി രോഗികൾ കൂടുതലാണ്, ലിവറിന്റെ കംപ്ലൈന്റ്. അതായത് നമ്മൾ ഈ കലങ്ങിയ വെള്ളം, അതല്ലെങ്കിൽ ഈ മോശമായിട്ടുള്ള ഈ വെള്ളങ്ങളൊക്കെ ഉള്ളിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മഞ്ഞപ്പിത്തങ്ങൾ വരും. അതിലൂടെ നമ്മുടെ ലിവറിന് കംപ്ലൈന്റ് വരും, അസുഖങ്ങളൊക്കെ വരും. എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ, ഫിൽട്ടർ വെള്ളം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല, ആരോഗ്യത്തോടുകൂടി ഇരിക്കാം. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, കൊച്ചിയിലൊക്കെ മലിനജലം കുടിച്ച് 300ഓളം ആളുകൾ ചികിത്സയിലാണ്. അതുപോലെ തന്നെ എത്രയോ ആളുകൾ ഇപ്പോഴും അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഈ മലിനജലം കുടിക്കുന്നതിന് മുമ്പ് അത് ഫിൽട്ടർ ചെയ്ത് കുടിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ പറഞ്ഞതുപോലെ ജലമിത്രയുടെ അഷ്റഫ് കാർഡ് ഈ ഒരു സാധനം ഉണ്ടല്ലോ, അഷ്റഫ് ദോസ്തിന്റെ ഈ ഒരു സാധനം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒറ്റ തവണ വെച്ചാൽ ആയുഷ്കാലം മുഴുവൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മലിനജലം വാങ്ങിച്ചു കുടിക്കണത്? നല്ല വെള്ളം ഫിൽട്ടർ ചെയ്ത് കുടിച്ചൂടെ, അല്ലെ അഷ്റഫ്? എന്താണെങ്കിൽ ഇതിന്റെ താഴെ അഷ്റഫ് കാർഡ് നമ്പറും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ചെറിയ പൈസയുള്ളൂ. നിങ്ങൾ ഇത് വാങ്ങി ഒരൊറ്റ തവണ നിങ്ങൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം, നല്ല വെള്ളം കുടിക്കുക, ആരോഗ്യത്തോടു കൂടി ജീവിക്കാം. പിന്നെ ഒരു അറിയിപ്പും കൂടി, നമുക്കൊരു പ്രധാന അറിയിപ്പുണ്ട് കേട്ടോ. ഇത് ഫിൽറ്റർ എല്ലാവർക്കും വെക്കാൻ കഴിയില്ല. ഇനി അത് ഫിൽറ്റർ വെക്കാൻ കഴിയാത്താണ്ട് മഴവെള്ളം കൊണ്ട് കുടിക്കാൻ 8 pH 9-ന്റെ 8-ന്റെ ഇടയ്ക്ക് ആൽക്കലൈന് വെള്ളമാക്കി ഞാൻ കൊടുക്കും. അതിന് നിങ്ങൾ മേടിക്കേണ്ടത് 2000 ലിറ്ററിന്റെ ടാങ്കോ 1000 ലിറ്ററിന്റെ ടാങ്കോ മേടിച്ചാൽ മതി. അത് നമ്മളൊരു പൈസയും ഈടാക്കൂല. കാരണം എല്ലാവർക്കും ആൽക്കലൈന് വെള്ളം, മഴവെള്ളം കൊണ്ട് ഞാൻ സെറ്റായി കൊടുക്കും. അതും കൂടി കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി ഉണ്ടേ. ഈ അഷ്റഫൊക്കെ ഉണ്ടല്ലോ, കോളനികള്, അതുപോലെ തന്നെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഏരിയകള്, അതല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങള്, അത്തരം കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് 400-നടുത്ത് കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് ഈ സാധനം അഷ്റഫൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇനിയും അഷ്റഫൊക്കെ വെച്ചാല് ഒരു കുടുംബമല്ല 10 കുടുംബം 8 കുടുംബമൊക്കെ ഈ ഒരു സാധനം വിറ്റിട്ട് വേണ്ട ഇദ്ദേഹത്തിന് ജീവിക്കാൻ. നല്ലോണം സമ്പത്തുള്ള ഒരാളാണ്. പക്ഷെ ഇത് വരുമ്പോ തന്നെ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ ഇത് ചെയ്യുന്നത് ഇതിന്റെ ലാഭം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാനാണെന്നാ പറഞ്ഞത്. അപ്പോ അദ്ദേഹം ചെയ്യുന്ന വലിയ ഒരു നന്മ പ്രവർത്തനമാണ് ഇതുപോലുള്ള 400ഓളം കുടുംബങ്ങൾക്ക് ഇതുവരെ സൗജന്യമായിട്ട് ചെയ്തിട്ടുള്ളത്. അത് ഇനിയും ഉണ്ടാവും, അല്ലെ? മരണം വരെ ചെയ്യുന്നതാണ്. സൗജന്യം ഞാൻ നിർത്തൂല, മരണം വരെ ഉണ്ടാവും. അതാണ്. ഓക്കെ, താങ്ക് യു.